പല കുറ്റകൃത്യങ്ങളിൽ, അത് കൊലപാതകവുമാവാം, പീഡനവുമാവാം, അല്ലാതെ എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലമാണ് ജയിൽ. എന്നാൽ ഈ ജയിലിലേക്ക് പോകുന്ന കുറ്റവാളികൾക്ക് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് അതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ തരത്തിലുള്ള ജീവിതമാണ് ജയിലിനുള്ളിൽ ചില ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊന്നാണ് കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിലിലായ കാലം മുതൽ ഇത്രയും വർഷത്തോളം അവിടെ ജീവിച്ചിരുന്നത് എന്നാണ് സഹതടവുകാരി കൂടിയായിട്ടുള്ള ഒരു യുവതി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഷെറിന് വേണ്ടി കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനവും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതരുടെ കരങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു വേളയിലാണ് ഷെറിന്റെ സഹതടവുകാരി തന്നെ ഷെറിന് അതിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച്, ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇനി ഇതിൽ എന്തായിരിക്കും തീരുമാനം, ഷെറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരേ ഒരാളാണ്, അത് ഗവർണറാണ്. ആ ഫയൽ ഇപ്പോഴും ഗവർണറുടെ കയ്യിലാണ്. കാർണവർ വധക്കേസ് പ്രതി ഷെറിനെ അട്ടക്കുളങ്ങര ജയിലിൽ മേക്കപ്പ് സാധനങ്ങൾ അടക്കം അനുവദിച്ചിരുന്നെന്ന സഹതടവുകാരിയുടെ ആരോപണം രാജ്ഭവൻ എന്തായാലും ഗൗരവത്തിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഷെറിന് ശിക്ഷ ഇളവ് നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിൽ അടക്കം വിശദീകരണം സർക്കാരിൽ നിന്നും രാജ്ഭവൻ തേടിയേക്കും. ഷെറിന് തടവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യത ഏറെയാണ്. ഫയൽ പരിശോധിച്ച് നിയമവശങ്ങൾ നോക്കിയേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് രാജ്ഭവൻ നൽകുന്ന സൂചന. നിലവിൽ ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്ത ഒരു തടവുകാരിയുടെ ഫയൽ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധന നടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭ ഷെറിന്റെ ശിക്ഷ ഇളവ് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഫയൽ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. 3 ജീവപര്യന്തം ലഭിച്ച ഷെറിനെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 14 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ മുറയ്ക്കാണ് അവർക്ക് ശിക്ഷ ഇളവിനായി സർക്കാർ ശുപാർശ ചെയ്തത്. ജീവപര്യന്തം സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളും രാജ്ഭവൻ പരിശോധിക്കും. ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണമായ തിടുക്കം കാട്ടിയെന്ന വിമർശനം രാജ്ഭവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്ന കാര്യവും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധുവും പറഞ്ഞിരുന്നു. പരാതി വരികയാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് ഗവർണർ എത്തുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. മാത്രമല്ല, മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണർ എങ്കിൽ എന്തായിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം ചുമതലയേറ്റ് 2 മാസം മാത്രമാണ് ആകുന്നത്. അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു വരുന്നതേയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും 3 നേരവും പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകുകയായിരുന്നെന്നാണ് സുനിത പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം സ്വാധീനം ആ ജയിലിനുള്ളിൽ ഷെറിൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു. സ്വന്തം ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിനെ അനുവദിച്ചിരുന്നു. അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായി ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായി ഷെറിന് ബന്ധമുണ്ടായിരുന്നു. തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി പുറത്തുനിന്ന് എത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു.